ഇത്രയേറെ പ്രശ്നങ്ങളുണ്ടായിട്ട് എന്തുകൊണ്ട് ആളുകൾ അർമേനിയയിലേക്ക് വരുന്നു? അർമേനിയയിലേക്കുള്ള വിസ എങ്ങനെ കിട്ടുന്നതെന്ന് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. വിസ എടുക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ നല്ല കാര്യങ്ങൾ ഒരുപാടുണ്ട്, എന്നിട്ടും എല്ലാവരും പറയുന്നു അർമേനിയയിലേക്ക് വരില്ലേ എന്ന്. നെഗറ്റീവ് കാര്യങ്ങൾ പറയുന്നവരെല്ലാം അർമേനിയ വന്നിട്ട് 5 മാസം 6 മാസമായിട്ട് തിരിച്ച് നാട്ടിലേക്ക് പോയ ആളുകളാണ്. അർമേനിയയിലുള്ള ആളുകളും നെഗറ്റീവ് പറയുന്നുണ്ടെങ്കിലും ഒരു പരിധിവരെ ആളുകൾ ഇപ്പോൾ രക്ഷപ്പെട്ട് നിൽക്കുക. ഞാനും അർമേനിയ വന്നിട്ട് ഒരു 4 മാസമായപ്പോൾ നാട്ടിലേക്ക് തിരിച്ചു പോയാലെന്ന് വരെ ചിന്തിച്ചതാണ്. അതിൻ്റെ കാരണം ഞാനൊരു മാസത്തിൽ 20,000 രൂപയായിരുന്നു നാട്ടിലേക്ക് അയച്ചിരുന്നത്. ഞാൻ എന്തായാലും ചിന്തിച്ചിട്ടുണ്ട്, ഈ 20,000 അയക്കാനാണോ ഈ അർമേനിയയിൽ വന്നതെന്ന്. ആ 20,000 എന്നത് അർമേനിയ വന്നിട്ട് ഒരു 3 മാസം 4 മാസം ആയപ്പോൾ ഉള്ള കണക്കാണ്. അത് കഴിഞ്ഞിട്ട് നേരെ ഇവിടുത്തെ രീതി എന്താണെന്ന് മനസ്സിലാക്കി പാർട്ട് ടൈം ആയിട്ട് കിട്ടുന്ന ജോലിക്കെല്ലാം പോവുക. സമ്മർ സീസണിലാണെങ്കിൽ രാത്രി 9 മണിക്ക് ഇവിടെ നേരം ഇരുട്ടാവത്തുള്ളൂ. നല്ല പകൽ പോലെ ആയിരിക്കും 9 മണി വരെ രാത്രി. അപ്പോൾ നമ്മൾ ആ ടൈമിൽ 6 മണി വരെ നമുക്ക് ഡ്യൂട്ടി ഉള്ളൂ. ആ 6 മണി കഴിഞ്ഞിട്ട് കിട്ടുന്ന ജോലിക്കെല്ലാം നമ്മൾ പോവുക. 1 മണിക്കൂറത്തെ ജോലിയാണെങ്കിലും 2 മണിക്കൂറുള്ള ജോലിയാണെങ്കിലും മിനിമം നമുക്ക് രാവിലെ മുതൽ വൈകുന്നേരം വരെ ജോലി ചെയ്യുന്ന അത്രയും പേയ്മെൻറ്റ് തന്നെ കിട്ടും 6 മണിക്ക് ശേഷം. അങ്ങനെ പാർട്ട് ടൈമുള്ള ജോലിക്കൊക്കെ പോവുകയാണെങ്കിൽ ഏകദേശം നമുക്കൊരു മാസം റൗണ്ട് ചെയ്യുമ്പോൾ ഒരു 30,000-ൽ മുകളിൽ എന്തായാലും അയക്കാൻ പറ്റും, പാർട്ട് ടൈം ആയിട്ട് സ്ഥിരം ജോലികൾ കിട്ടുവാണെങ്കിൽ. ഞാൻ ഏതായാലും ഒരു മീറ്റ് ഫാക്ടറി കയറിയിട്ടുണ്ട്. ഏതായാലും ഇവിടെ ശനിയാഴ്ച മാത്രമാണ് അവധിയുള്ളത്. ആ ഉള്ള ശനിയാഴ്ച നമുക്ക് പാർട്ട് ടൈമായിട്ട് ഏതെങ്കിലും ജോലിക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ 40,000 രൂപ എന്തായാലും നമുക്ക് നാട്ടിലേക്ക് അയക്കാൻ പറ്റും. കഴിഞ്ഞ വീഡിയോയിൽ ഒരുപാട് പേര് കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു, ഈ 30,000 രൂപയ്ക്ക് വേണ്ടി എന്തിനാണ് അർമേനിയയിൽ വരുന്നതെന്ന്. ഗൾഫിലെ പൊള്ളുന്ന ചൂട് അനുഭവിച്ച് വെറും 30,000 രൂപ മാത്രം നാട്ടിലോട്ട് അയക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അവർക്ക് പറ്റിയതാണ് അർമേനിയ. അവർക്ക് ചൂസ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ഓപ്ഷനാണ് അർമേനിയ. കാരണം ഇവിടെ ചൂടില്ല, നല്ല തണുപ്പാണ്, തണുത്ത ക്ലൈമറ്റാണ്. പുറത്തെ ജോലികൾ നമുക്ക് അടിപൊളിയായിട്ട് ചെയ്യാൻ പറ്റും. അർമേനിയയിലെ പോസിറ്റീവ് കാര്യങ്ങൾ പറയുകയാണെങ്കിൽ ഒന്നാമത്തെ കാര്യം ക്ലൈമറ്റ്. നല്ല ക്ലൈമറ്റാണ്. മഞ്ഞൊക്കെ ആസ്വദിക്കണമെന്നുള്ളവർക്ക് എന്തായാലും ഇവിടെ വരാം. സമ്മർ സീസണിൽ പോലും അത്രയും ചൂടില്ല, വെറും 26 ഡിഗ്രി 27 ഡിഗ്രി അത്രേ വരുന്നുള്ളൂ. പിന്നെ രണ്ടാമത്തെ കാര്യം, ഫ്രൂട്ട്സൊക്കെ ഒരുപാട് വിലക്കുറവിൽ കിട്ടും. ആപ്പിൾ, മുന്തിരി ഇതെല്ലാം നമ്മുടെ റോഡ് സൈഡിൽ തന്നെ കാണും. നമുക്ക് എത്ര വേണമെങ്കിലും പറിച്ച് കഴിക്കാം. അർമേനിയയിലുള്ള ആളുകൾ വളരെ സ്നേഹമുള്ള ആൾക്കാരാണ്. അവർ ഈ വിൻ്റർ ടൈമൊക്കെ ആകുമ്പോൾ നമുക്ക് ജാക്കറ്റ്, ഡ്രസ്സുകൾ അങ്ങനെയുള്ളതൊക്കെ കൊണ്ടുതരും. പിന്നെ ഇവിടുത്തെ യാത്രാ ചിലവെന്ന് പറയുന്നത് ബസ് നമുക്ക് ഏത് സമയത്തും കിട്ടും. ബസ്സിൽ യാത്ര ചെയ്യാനായിട്ട് വെറും 100 ഡ്രംസേ നമുക്ക് ആവശ്യമായി വരുന്നുള്ളൂ. ചില ബസ്സുകളിൽ 50 ഡ്രംസ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഒരുപാട് ലാഭമാണ് നമുക്ക് യാത്ര ചെയ്യാനായിട്ട്. ക്രിസ്തു മതം ഔദ്യോഗികമായി സ്ഥിരീകരിച്ച ലോകത്തിലെ ആദ്യത്തെ രാജ്യമാണ് അർമേനിയ. അതുകൊണ്ട് തന്നെ ഒരുപാട് പഴക്കം ചെന്ന പള്ളികളൊക്കെ ഇവിടെ കാണാറുണ്ട്. സുരക്ഷയുടെ കാര്യത്തിലാണെങ്കിൽ ഏത് പാതിരാത്രി വേണേലും ഇറങ്ങി നടക്കാം. പോലീസുകാർ എപ്പോഴും സഹായത്തിന് കാണും. റോഡിൽ എവിടെ നോക്കിയാലും പോലീസുകാർ കാണും. അവരെല്ലാം നല്ല സൗഹൃദമായിട്ടുള്ള പെരുമാറ്റം തന്നെയാണ് നമ്മളോട് കാണിക്കുന്നത്. അർമേനിയയിലേക്കുള്ള വിസ എങ്ങനെ കിട്ടുന്നതെന്ന് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. വിസ എടുക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ഏതെങ്കിലും അടുത്തുള്ളൊരു ട്രാവൽസിൽ ചെല്ലുക, എൻട്രി വിസ വേണമെന്ന് പറയുക. അർമേനിയയിലേക്കുള്ള പാസ്പോർട്ടും ഒരു ഫോട്ടോയും മാത്രം മതി. ഏകദേശം 10,000-ൽ താഴെ മാത്രമേ ചിലവ് വരുന്നുള്ളൂ. ഒരാഴ്ചയ്ക്ക് എന്തായാലും നമുക്ക് വിസ കിട്ടും. ഇവിടെ ഏറ്റവും കൂടുതൽ സാലറി കിട്ടുന്നത് യാൻഡെക്സ് ടാക്സി ഓടിക്കുന്നതിനും പിന്നെ ഫുഡ് ഡെലിവറിക്കുമാണ് ഏറ്റവും കൂടുതൽ സാലറി കിട്ടുന്നത്. ടാക്സി ഓടിക്കുമ്പോൾ നമുക്ക് മിനിമം സാലറി കിട്ടുന്നത് 60,000 വരെ കിട്ടുന്നുണ്ട് മിനിമം സാലറി. ഫുഡ് ഡെലിവറി ചെയ്യുകയാണെങ്കിൽ നമുക്ക് മിനിമം ഒരു 40,000 രൂപ വരെ നമുക്ക് നാട്ടിലേക്ക് അയക്കാൻ പറ്റും. ജോലി സാധ്യത ഏറ്റവും കൂടുതൽ ഉള്ളതും ഈ 2 ജോലിക്ക് തന്നെയാണ്. ഇവിടെ വന്നു കഴിഞ്ഞാൽ നെഗറ്റീവ് പറയാൻ ഒരുപാട് ആളുകളുണ്ടായിരിക്കും, പക്ഷേ പോസിറ്റീവ് പറയാൻ ആരും കാണില്ല. ഞാനിവിടെ വന്നിട്ട് എന്നോടാരും നെഗറ്റീവ് പറഞ്ഞിട്ടില്ല. പക്ഷേ ഒരു 3 മാസം 4 മാസം ആയപ്പോൾ തന്നെ എനിക്ക് സ്വയമേ തോന്നി നെഗറ്റീവായിട്ട്. കാര്യം ഒരു വലിയ സാലറി നമുക്ക് ലഭിക്കുന്നില്ല. ജോലി ഇല്ലാത്തതായിരുന്നു മെയിനായിട്ടുള്ളൊരു പ്രശ്നം. ഡെയിലി ജോലി ഇല്ലായിരുന്നു. ഞാനിപ്പോൾ ഒരു ഫാക്ടറി കയറിയിട്ടുണ്ട്. ഇവിടെ ആണെങ്കിൽ ഡെയിലി ജോലിയാണ്. ഡെയിലി ജോലി ഉണ്ടെങ്കിൽ നമുക്ക് എത്രത്തോളം സമ്പാദിക്കാൻ പറ്റുമോ അത്രത്തോളം സമ്പാദിക്കാം. അതിനൊരു പ്രശ്നവുമില്ല, യാതൊരു പ്രശ്നവുമില്ല. ഉള്ള ഒഴിവ് സമയങ്ങളിൽ പാർട്ട് ടൈം ആയിട്ട് ജോലിക്ക് കൂടെ പോവുകയാണെങ്കിൽ നമുക്ക് എന്തായാലും ഒരു സന്തോഷമായിട്ട് ഹാപ്പി ആയിട്ട് തന്നെ ഇവിടെ കഴിഞ്ഞു പോകാം. എനിക്ക് ഇവിടെ ഇഷ്ടപ്പെട്ടത് ഇവിടുത്തെ ലൈഫ് സ്റ്റൈലാണ്. ഞാൻ ഒരുപാട് ആഗ്രഹിച്ചിരുന്നു ഏതെങ്കിലും ഒരു യൂറോപ്യൻ രാജ്യത്ത് പോകണമെന്ന് ഞാൻ ഒരുപാട് ആഗ്രഹിച്ചിരുന്നു. പക്ഷേ മറ്റേതെങ്കിലും യൂറോപ്യൻ രാജ്യത്ത് പോകുന്നതെങ്കിൽ ഒരുപാട് ക്യാഷ് കൊടുക്കണം. എന്തായാലും അത് നമ്മളെപ്പോലുള്ള ഒരു സാധാരണക്കാർക്ക് കഴിയില്ല. അതുകൊണ്ട് തന്നെയാണ് അർമേനിയ ചൂസ് ചെയ്തത്. പക്ഷേ ഇവിടെ വന്നു കഴിഞ്ഞതിന് ശേഷം എനിക്ക് എന്തായാലും ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഒരു യൂറോപ്പ് എങ്ങനെയാണോ അതേപോലെ തന്നെയാണ് ഇവിടെ. ഞാനിവിടെ ഇത്രത്തോളം ഹാപ്പി ആയിരിക്കുന്നത് എനിക്ക് നാട്ടിൽ ഇത്ര പോലും ക്യാഷ് കിട്ടുന്നുണ്ടായിരുന്നില്ല. നാട്ടിൽ കിട്ടുന്നതിനേക്കാൾ ഒരുപാട് കിട്ടുന്നതുകൊണ്ട് ഞാനിവിടെ എന്തായാലും ഹാപ്പിയാണ്. ഈ മാസം അർമേനിയയിലേക്ക് വരുന്നവർ, അതായത് ഡിസംബർ, ജനുവരി, ഫെബ്രുവരി ഈ മാസങ്ങളിൽ അർമേനിയയിലേക്ക് വരുന്നവർ തീർച്ചയായിട്ടും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. പുറത്തെ ജോലികളെല്ലാം നിർത്തിവെച്ചേക്കുവാണ്. ഫാക്ടറികൾ മാത്രമേ പ്രവർത്തിക്കത്തുള്ളൂ. അർമേനിയയിൽ ഒരുപാട് ഇന്ത്യക്കാരുണ്ട്, അതിൽ ഒരുപാട് മലയാളികളുമുണ്ട്. പക്ഷേ എന്തുകൊണ്ട് ആരും തിരിച്ച് നാട്ടിലേക്ക് പോകുന്നില്ല? ഒരുപാട് പേര് ഇവിടെ തന്നെ സ്റ്റേ ചെയ്യുന്നു. 1 വർഷമായി, 2 വർഷം, 3 വർഷം, 5 വർഷമായിട്ട് വരെ ഓരോ ആൾക്കാർ ഇവിടെ ഉണ്ട്. അത് എന്തുകൊണ്ടാണെന്ന് ചിന്തിച്ചാൽ മാത്രം മതി. നെഗറ്റീവ് പറയുന്നത് ഒരുപാട് ആളുകളെ ഇവിടെ പറ്റിക്കപ്പെടുന്നുണ്ട്. മലയാളികൾ തന്നെയാണ് മലയാളികളെ പറ്റിക്കുന്നത്. ഓരോ ഏജൻറ്റുമാരുടെ ചതിയിൽ വീഴുന്നവരാണ് എന്തായാലും ഈ 4 മാസമായിട്ട് തിരിച്ച് നാട്ടിലേക്ക് പോകുന്നവർ.
നാട്ടിൽ നിന്ന് വിസ എടുക്കുന്നവർ പറയുന്ന ഒറ്റ കാര്യമുള്ളൂ, നല്ല ജോലിയാണ്, നല്ല യൂറോപ്പ് ആവാൻ പോകുന്ന സ്ഥലമാണ് എന്നൊക്കെയാണ് പറയുന്നത്. പക്ഷേ ഇതൊന്നുമല്ല, എക്സ്പെക്റ്റ് ചെയ്ത് അർമേനിയ വരെ ചെയ്യരുത്. നമ്മൾ അർമേനിയയിൽ വരുന്നത് എല്ലാ കാര്യങ്ങളും അറിഞ്ഞിട്ട് വേണം അർമേനിയ വരാനായിട്ട്. ഏതൊരു വിദേശ രാജ്യത്ത് പോകുന്നെങ്കിൽ നമ്മൾ ജോലി ചെയ്യാനാണ് പോകുന്നതെന്നുള്ള ഒരു മനസ്സോട് കൂടി പോയാൽ നമുക്ക് എവിടെയാണെങ്കിലും ജോലി ചെയ്യാൻ പറ്റും, ഒരു പ്രശ്നമില്ലാതെ നിൽക്കാൻ പറ്റും. നമ്മുടെ ലക്ഷ്യം ഒന്ന് മാത്രമേ ഉള്ളൂ, പണം എങ്ങനെയെങ്കിലും സമ്പാദിക്കുക. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ പുറത്തൊരു രാജ്യത്ത് പോയി ജോലി ചെയ്യുന്നത്. അർമേനിയയിൽ വന്ന ഒരു കാര്യം ഉറപ്പാണ്, ജോലിയൊന്നും കിട്ടാതിരിക്കില്ല. ഒരുപാട് പേര് കമൻറ്റ് ഇട്ടിട്ടുണ്ട് ജോലി കിട്ടില്ല എന്ന്. ജോലി ഉറപ്പായിട്ടും കിട്ടും, പക്ഷേ നമ്മൾ പ്രതീക്ഷിക്കുന്ന ജോലി ആയിരിക്കില്ല. നല്ലതുപോലെ കഷ്ടപ്പെടുന്ന ജോലി തന്നെയാണ്. ചെറിയ ജോലിയാണെങ്കിൽ പോലും നല്ലതുപോലെ കഷ്ടപ്പെടുന്ന ജോലി തന്നെയാണ് ഇവിടെ കിട്ടുന്നത്. അതുപോലെ തന്നെ ടാക്സി ഓടിക്കുമ്പോഴും ഫുഡ് ഡെലിവറി ചെയ്യുമ്പോഴും നമ്മൾ രാത്രി വരെയൊക്കെ ജോലി ചെയ്താൽ മാത്രമേ നമ്മൾ ഉദ്ദേശിക്കുന്ന ആ ഒരു സാലറി നമുക്ക് കിട്ടത്തുള്ളൂ.